ഹലോ, ഗുഡ് മോർണിംഗ്. എവിടെ പോയിരിക്കുന്നു റോഷുട്ടി? എവിടെ? സ്കൂളിൽ പോകാൻ പോണോ? സ്കൂളിൽ പോയി എന്ത് ചെയ്യാൻ പോണ്? പഠിക്കാനാ? റോഷൻ എത്രാം ക്ലാസ് പഠിക്കുന്നു? PKGയാ? എവിടെ പോകാൻ പോകുന്നു? ഋത്തിക്ക് എവിടെ പോകാൻ പോകുന്നു? സ്കൂളിൽ. ഋത്തിക്ക് എത്രയിൽ പഠിക്കുന്നു? 4. സ്കൂളിൽ പോയി എന്ത് ചെയ്യും? ജോഷി PKG ഇല്ല? എല്ലാവർക്കും സുഖമാണോ ചോദിക്ക്? എല്ലാവർക്കും സുഖമാണോ? LKGയാ? പിന്നെ PKG എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ കൊച്ചിന് മാറിപ്പോയി കേട്ടോ. കൊച്ചു പറഞ്ഞത് ഇതാണ് എൻ്റെ 2 സുന്ദരി മക്കളും. ഇതെൻ്റെ മൂത്ത മോന്, ഇത് കുഞ്ഞുമോള്. മോന് അടുത്ത മാസം 17-ാം തീയതി ആകുമ്പോൾ 9 വയസ്സ്. മോൾക്ക് 15-ാം തീയതി ആകുമ്പോൾ 4 വയസ്സ്. അല്ലേ റോഷുട്ടി? പപ്പ എന്തോന്ന് മേടിച്ചു തരും റോഷനിക്ക്? ഋത്തിക്കിന് എന്തോന്ന് മേടിച്ചു തന്ന്? ഋത്തിക്കിന് എന്തോന്നാണ് പപ്പ മേടിച്ചു തരും എന്ന് പറഞ്ഞ്? അറിഞ്ഞൂടെ? ഋത്തിക്കിൻ്റെ ഗിഫ്റ്റ് ഇപ്പോഴേ പപ്പ തന്നില്ല. സൈക്കിള്. എന്നിട്ട് അറിഞ്ഞൂടെന്ന് പറയുന്നു കള്ളൻ. എനിക്ക് മേടിച്ചൊന്നുമില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും മേടിച്ചൊന്നുമില്ല. എനിക്ക് മേടിച്ചൊന്നുമില്ല. കൊണ്ടുവന്നില്ല. എനിക്ക് കൊണ്ടുവന്നില്ലേ പപ്പ? കൊണ്ടുവരുമെന്നില്ലേ പറഞ്ഞു? കൊണ്ടുവന്നില്ല. അത് വലിയ റോഷി കൊണ്ടുവന്നില്ലേ പപ്പ? പപ്പയെ വിളിക്കട്ടെ. പപ്പ പറഞ്ഞല്ലോ റോഷനിക്ക് മേടിച്ചു തരുമെന്ന്. കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലേ? പപ്പേൻ്റെ അടുത്ത് എന്തിനാന്ന് പറയും റോഷന്? ഐ ലവ് യു എന്നാ? ഐ ലവ് യു എന്നാ പറയും? എങ്ങനെ പറയും? ഐ ലവ് യു ടു. ആര്? പപ്പ അമ്മയും പാപ്പി അമ്മയും. എല്ലാരും കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എൻ്റെ മോള് ഞാൻ പറയുന്നത് നോക്കിയിരിക്കും. അമ്മ എന്തോന്ന് പറയും അതുപോലെ പറയാൻ വേണ്ടി. ഞങ്ങൾ 3 പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. റോഷുട്ടി ഇത്ര നേരം എന്ത് ചെയ്യുന്നു? ഓട്ടോ വന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓട്ടോ വന്നു. ഇത്രയും കൊണ്ട് നടക്കാൻ ആൾക്ക് വയ്യ. വാ പോകാം. വണ്ടി ഒന്നൊന്ന് വെച്ചു. ഇത് വഴി എന്ത് മോളാ? ഒറിക്കൊന്നും കൊടുത്തില്ലേ? ഒറി അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. ഇതാ നിൽക്കുന്ന ഇടയ്ക്ക്. കുഞ്ഞുങ്ങളുടെ സ്കൂൾ വണ്ടി ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സുനിൽ ചേട്ടൻ, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുഞ്ഞുങ്ങളുടെ. റോഷ് അപ്പുറത്ത് ഇറങ്ങിയിരിക്കും. അപ്പുറത്തിരുത്ത്. ചാറ്റ. അങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. ഞാനിങ്ങനെ നടന്നു പോകുന്നു വീട്ടിലോട്ട്. ഇവിടെ കണ്ടോ, എല്ലാം നല്ല ശുദ്ധവായുവാണ് കേട്ടോ. കാറ്റും തണലും ഒക്കെയുണ്ട്. ഉണ്ടോ? പേടിക്കാതെ ജീവിക്കുക. നല്ല അന്തരീക്ഷം. ഇതാ നമ്മുടെ വീടിൻ്റെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. താക്കോൽ മക്കളവിടെ വെച്ച് ഇനി ഗേറ്റൊക്കെ പൂട്ടി. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി. ഞാൻ ഫ്രീ ആയി. ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ജയലക്ഷ്മിനെ ഞാൻ ജോലിക്ക് നിന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഫോട്ടോയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ മാത്രമേ ഒരുമിച്ച് നിന്നൊരു കല്യാണം പെണ്ണ് കാണാൻ സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഇത് രണ്ടും അവർ എങ്ങനെയോ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ? അവർ വരും വരെ നമ്മൾ ഫ്രീ ആണ്. പപ്പയും അമ്മയൊക്കെ പോയി, അവരിനി വൈകിട്ടേ വരത്തുള്ളൂ. പപ്പ ജോലിക്ക് പോയി, അമ്മയും ജോലിക്ക് പോയി. അവരൊരു 5, 6, 7 അതിൻ്റെ അകത്ത് എത്തും. പിന്നെ ഇത് ഇന്നലെ സാധനം ചേട്ടൻ ചോദിച്ചായിരുന്നു. ഇത് വരയ്ക്കാൻ വേണ്ടി ഞങ്ങളൊരു 5000 രൂപ കൊടുത്തു. 5000 മീൻസ് ഇത്രയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചേട്ടൻ ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ ജോലിക്ക് കഴിഞ്ഞിന് 2-3 പാത്രം കിടപ്പുണ്ട് കഴുകാൻ. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ജോലി ഫിനിഷ്. എല്ലാം കൂട്ടാനൊക്കെ റെഡിയാക്കി ഇവിടെ വച്ചിരിക്കുന്നത്. മോരുകറി, നൊത്തോലി ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, രാവിലെ ഉണ്ടാക്കിയ അപ്പം, ഇത് ക്യാരറ്റ് തോരൻ, ഇത് ഇച്ചിരി വെണ്ടയ്ക്ക, കുറച്ച് വെണ്ടയ്ക്കായിരുന്നു. അത് നമ്മളൊരു എന്താ പറയുക, ഇതിനെ നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ, കുറച്ച് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പൊരിച്ചെടുത്തതാണ്. പിന്നെ ചൂടുവെള്ളം, പിന്നെ നമ്മുടെ ചോറ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കാനുണ്ടായിരുന്നു, കറണ്ട് പോയത് കൊണ്ട് അത് പറ്റിയില്ല. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം, നാളെ അരയ്ക്കാം. നിങ്ങളോടൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴേ സമയം പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് എനിക്കിഷ്ടമാണ് കേട്ടോ, പക്ഷെ മേടിച്ചിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയില്ല. 2 എണ്ണം മേടിച്ചു, 2 അതുപോലെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിലിരുന്ന് വാടി. 2 ദിവസം ആകുമ്പോൾ എടുത്ത് കളയും. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നെ എന്ന് പറയും. പിന്നെ ഒരു സാധനം കാണിച്ചു തരാവേ. നിങ്ങളുടെ അടുത്ത അയൽവാസികൾ ഇങ്ങനെ തരാറുണ്ടോ? ഒരു കൊള്ളാമോ? ശൗന്തള എന്ന് പറയൊരു ആൻറ്റി കൊണ്ട് തന്നതാണ്. അവരെ വീട്ടിൽ കാച്ചതാണ്. ഇന്നലെ കൊണ്ട് തന്നു, ഞാൻ ഇവിടെ വച്ചു. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേർ തോന്നുന്നത് കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. കണ്ടോ, ഇതിൻ്റെ പേരെന്തുവാന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇത് റംബുമുട്ട, കുറേ റംബുമുട്ട ഉണ്ട്. പിന്നെ മാംഗോ അല്ല, മാങ്ങ. നമ്മൾ മാങ്ങ എന്നാ പറയുന്നത്, മാങ്ങ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ പോയൊരു ഉറക്കം ഉറങ്ങട്ടെ, ഉറക്കം വിടട്ടെ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇങ്ങനെ കാണിച്ചിരിക്കാം, അല്ലാതെ കാണിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിന്. ഇവിടെ മേക്കപ്പ് സെറ്റും സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വയ്ക്കട്ടെ. മോള് ബക്കറ്റാണ് കേട്ടോ, മോളുടെ മേക്കപ്പ് സെറ്റ്. പിന്നെ ശരി, ഞാൻ വയ്ക്കുന്നു. ഒരു കുട്ടി ഉറക്കം വന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഫ്രഷ് ആകും. ടാറ്റാ, നാളെ കാണാം.